ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഇന്നാണ് കേട്ടോ നമ്മുടെ ആ ദിവസം. നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോയായിരുന്നല്ലോ. പൊന്നൂന് കാർണിവൽ ഡേ ആണ്. അന്ന് സാധനത്തിന് വേണ്ടി നമ്മൾ കുറേ കട കയറി ഇറങ്ങി ഒരു ചിറകും പിന്നെ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് ഇട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആ ചിറക് വെക്കുന്നതും പിന്നെ അവളുടെ ഫ്രണ്ട്സിനെ കാണണം എന്നുള്ളൊരു സംഭവമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തൊട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആൾ. നമുക്കും ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവം ഒക്കെ തന്നെ. നമുക്കൊരു വിശേഷ ദിവസം സ്കൂളിലാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ ഭയങ്കര ഇതാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ അവളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണ കാണുമ്പോൾ എനിക്കാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. പിള്ളേരെ കാണുന്നു, അവരങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു എന്നൊക്കെ പറയുമ്പോൾ. ഇന്ന് പിന്നെ അവളെ കൊണ്ടുവന്നാക്കാൻ ഞാനും ഏട്ടനും ഉണ്ടായിരുന്നു. ഏട്ടൻ ഉച്ചയ്ക്കായിരുന്നു ജോലി. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാണ് കൊണ്ടുവന്നാക്കാൻ പോയത്. പിന്നെ തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് പാവാടയൊക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സോക്സോ സെറ്ററോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ വന്നപ്പോൾ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് സെറ്റായിട്ടാണ് വന്നത്. ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ അവളുടെ കബോർഡിൽ ബാക്കിയത്തെ സാധനങ്ങളൊക്കെ ഊരി വെച്ച് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അവളുടെ മിക്കി മൗസിൻ്റെ റിങ്ങും ചിറകും ഒക്കെ വെച്ചിട്ട് അവൾക്ക് ഓരോന്നും ചെയ്യുമ്പോഴും വേറൊരു കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു അവളുടെ. അപ്പോൾ അവൾക്കും എന്തൊക്കെയോ അവളുടെ അമ്മയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഖത്തൊക്കെ ഓരോന്നും വരച്ച് ഇതാക്കുന്നുണ്ട്. പൊന്നുവിന് പിന്നെ അങ്ങനെ ഫേസിലൊന്നും ഞാനൊന്നും വരച്ച് കൊടുക്കാനോ ഒന്നും അങ്ങനെ ഇതാക്കിയില്ല. ആ കുട്ടിക്ക് ഒരു പൂച്ചയുടെ ഫേസൊക്കെയാണ് കേട്ടോ, ഒരു പൂച്ചയുടെ പോലെയൊക്കെ ആയിരുന്നു മുഖത്ത് വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവൾക്ക് ചിറകൊക്കെ വെക്കുന്നത് കാണിക്കുന്നതും അതുണ്ട് ഇതുണ്ട് പിന്നെ അവളുടെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അതെങ്ങനെ പറയണമെന്ന് അറിയില്ലാത്ത പോലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ കുറേ നാളായി പറയണു പൊന്നു എനിക്ക് ചിറക് വെക്കണം, ചിറക് വേണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും അവസരം കിട്ടി. അപ്പോൾ അവൾക്കത് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ഹാപ്പിയാണ്. ഞങ്ങളും വളരെയേറെ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഇങ്ങനെ കാർണിവലിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സ്നാക്സൊക്കെ കൊടുത്തു വിടണം. അതായത് എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയതൊന്നും കൊടുത്തു വിടാൻ പോയില്ല. കാരണം നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും ഇവിടുത്തെ ആ ഒരു സ്റ്റൈലിലല്ലല്ലോ. അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് ഇവിടുത്തെ ഉണ്ടാക്കാനും അറിയില്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല ബേക്കിങ് ഇവിടുത്തെ ഒന്നും സാധനങ്ങൾ. അപ്പോൾ ഇവിടുന്ന് കടയിൽ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ടിന്ന് ബിസ്ക്കറ്റും പിന്നെ ഒരു കേക്കിൻ്റെ ചെറിയൊരു ഇതും അത് മാത്രമാണ് കേട്ടോ. നമ്മൾ കുറേ പേരും കൊണ്ടുവന്നായിരുന്നു. കുറേ ബേക്ക് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് കേട്ടോ, വീട്ടിൽ ബേക്ക് ചെയ്തതും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി പിന്നെ ക്ലാസ്സിലേക്ക് കയറ്റി വിടാൻ പോവാണ്. അവൾക്ക് ആകെ കൂടി വേണ്ടത് ഒരു വാട്ടർ ബോട്ടിൽ മാത്രമാണ്. പിന്നെ കുറേ പിള്ളേർ ഇങ്ങനെ ചെറിയ ചെറിയ പാവേനും കൊണ്ടിട്ടാണ് സ്കൂളിൽ വരിക. അപ്പോൾ പകുതി വരെയൊക്കെ കണ്ടപ്പോൾ ആൾക്കും ഭയങ്കര താല്പര്യമായിരുന്നു എനിക്കും കൊണ്ടുപോകണം എന്നൊക്കെ. അങ്ങനെ പിന്നെ കൊടുത്തു വിടുന്നതാണ് കേട്ടോ ആ ഒരു പപ്പീനെ. അങ്ങനെ ഭയങ്കര ഹാപ്പി. ക്ലാസ്സിലൊക്കെ കയറി എല്ലാവരെയൊക്കെ ഒന്നും നോക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ ഞങ്ങളും പോന്നു കേട്ടോ. ഓക്കെ.